ഹായ് ഡോക്ടർ. ഹായ് ഹലോ. എപ്പോ വന്നു? സുഖാണോ? ആണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഡോക്ടർ, എന്റെ ആന്റിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡിന്റെ ചെറിയൊരു പ്രശ്നം. അപ്പൊ മെഡിസിൻസ് കുറച്ച് എടുത്തു. അപ്പോ ഡോക്ടർ പറഞ്ഞു അതൊന്നും ശരിയായിട്ടില്ല, യൂട്രസ് പുറത്തേക്ക് എടുക്കാന്നുള്ള ഒരു ഇതിൽ പറഞ്ഞു. സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോ ഡോക്ടർ പറഞ്ഞത് വെജൈനൽ റൂട്ടിലൂടെ എടുക്കാന്നാണ്. വജൈനൽ റൂട്ടിലൂടെ. ഓക്കെ. അപ്പൊ അതെങ്ങനെ? എനിക്ക് തോന്നുന്ന ഒരു വജൈനൽ ഹിസ്റ്റക്ടമിയെ പറ്റിയായിരിക്കും പറയുന്നത് അല്ലേ? അത് മിക്കവാറും ഒരു നോൺ ഡിസൈൻ വജൈനൽ ഹിസ്റ്റക്ടമി ആവാനാണ് ചാൻസ്. യൂട്രസ് ഇറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ നോർമലി പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ഗർഭപാത്രം വജൈനയിലൂടെ എടുക്കുന്നതിനെയാണ് നമ്മൾ നോൺ ഡിസൈൻ വജൈനൽ ഹിസ്റ്റക്ടമി അല്ലെങ്കിൽ ഷോർട്ടാക്കി NDVH എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു ഗുണമെന്ന് ചോദിച്ചാൽ നമുക്ക് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ലാപ്രോസ്കോപ്പി, റോബോട്ടിക് സർജറി, അങ്ങനെയൊക്കെ വലിയ വലിയ ഇൻസ്ട്രുമെൻറ്റിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അല്ലേ? പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമില്ല. അതുകൂടാതെ ഇറ്റ്സ് നോൺ ആസ് സ്കാർലെസ് സർജറി. ഇപ്പം വയറിൽ സ്കാറേ ഉണ്ടാവില്ല. ഇപ്പോൾ ഓപ്പൺ സർജറിക്ക് ആണെങ്കിൽ സ്കാർ ഉണ്ട്, ലാപ്രോസ്കോപ്പി സർജറി ആണെങ്കിലും റോബോട്ടിക് സർജറി ആണെങ്കിലും ചെറിയ സ്കാർ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇതിൽ തീരെ സ്കാറില്ല, വയറിൽ ഉണ്ടാവില്ല. അതൊക്കെയാണ് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ. പിന്നെ പേഷ്യൻറ്റിന് റിക്കവറി ആണെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിക്കവറിയാണ് ഉണ്ടാകാറുള്ളത്. ഇപ്പം മിക്കവാറും എല്ലാ ഗൈനക്കോളജിസ്റ്റുകളും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റൂട്ടാണ് വജൈനൽ റൂട്ടിലൂടെ ഹിസ്റ്റക്ടമി ചെയ്യുക അല്ലെങ്കിൽ NDVH എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യായിരിക്കും. ഓക്കെ ഡോക്ടർ, താങ്ക് യു.